നമ്മുടെ കോ ആർട്ടിസ്റ്റ് നമ്മുടെ പേർലി ആൻഡ് പേർലിയുടെ ഒപ്പം ഇറ്റ് വാസ് ഗുഡ്. പേർലിയുടെ ആദ്യത്തെ സിനിമയാണ് ത്രൂ ഔട്ട് ആൻഡ് ഷീ ഈസ് കമ്മിറ്റഡ് ടു ഹർ വർക്ക്. സിനിമയിൽ നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വി ഹാഡ് ഫൺ ടൈം. ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരിയൊക്കെ ആയിട്ട് സിനിമയാണ്. ഷീ എന്താ പറയുക, അനുയുടെ ഹീറോയിനാണ് സിനിമയിൽ. അനു എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്ത മെയിൽ കലീഗ്സിലെ ഏറ്റവും എനിക്ക് എന്താ പറയുക ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയില്ലേ, ഒരു കംഫർട്ട് സോൺ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ ഒരു ആക്ടർ അനുവാണ്. ലൈക്ക് ഇറ്റ് വാസ് റിയലി ഫൺ വർക്കിംഗ് വിത്ത് ഹിം. നല്ല ഡൗൺ ടു എർത്ത് പേഴ്സൺ. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ആക്ടറാണ്. ഐ സീരിയസ്ലി ഫീൽ ദാറ്റ് അനുവിന് ഈ പറഞ്ഞ പോലെ അത്രയും അവൻ്റെ കാലിബർ ഇങ്ങനെ പുറത്ത് കാണിക്കാനുള്ള ഒരു ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടില്ല. ബട്ട് വാട്ട് എവർ അവന് കിട്ടിയത് നന്നായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വിനുയുടെ ബ്രദർ, ഇഫ് യു നോ ഹിം. ആൻഡ് ഈസ് വെരി എന്താ പറയുക, നല്ല കുട്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോ ആർട്ടിസ്റ്റിനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ഫിലിം നമ്മൾ നേരത്തെ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, ലാൽജോസ് നെക്സ്റ്റ് ഫിലിം. ലാൽജോസാൻ്റെ പടം വൺ ഓഫ് മൈ ഡിയർ ഫ്രണ്ട് ദുൽഖർ സൽമാനുണ്ട് കൂടെ. ഞാൻ ദുൽഖറിൻ്റെ ഒപ്പം തീവ്രം സിനിമയിൽ ഞാനൊരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ ഒരു ഡിസ്കഷൻ സമയത്ത് ലൈക്ക് വെൻ ഐ വാസ് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ വി ഹാഡ് എക്സ്ചേഞ്ച് ക്വൈറ്റ് ഇങ്ങനെ മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഒന്നിച്ച് വർക്ക് ചെയ്യണം. സോ ഹാപ്പി ദാറ്റ് ലാൽജോസ് സാറിൻ്റെ പടത്തിൽ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വന്നു. ആൻഡ് നല്ലൊരു സിനിമയായിരിക്കും. എന്താ പറയുക, കുറേ സോങ്സ് ഉണ്ട്, പാട്ടുണ്ട്. ഇറ്റ്സ് എ കളർഫുൾ ഫാമിലി എൻ്റർടൈനർ. എനിക്ക് ലാസ്റ്റ് സപ്പറിനെ കുറിച്ചും അതാ പറയണ്ടത്. ഇറ്റ്സ് ലൈക്ക് ഒരു ഫാമിലിക്ക് പോയിട്ട് ലൈക്ക് ദേ ക്യാൻ എൻജോയ് ഫിലിം. ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതേപോലെ വിക്രമാദിത്യൻ ഓൾസോ ഫ്രണ്ട്ഷിപ്പിനെ ബേസ് പോകുന്ന സിനിമയാണ്. നമിത പ്രമോദ്. ഇപ്പോൾ എനിക്ക് ഒരു എൻ്റയർ പുതിയ ക്രൂഡൊപ്പം വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ആൻഡ് ഇക്ബാൽ കുട്ടിപ്പുറൻ സാറാണ് ഈസ് ദി സ്ക്രിപ്റ്റ് റൈറ്റർ. നല്ല സബ്ജക്റ്റാണ്. ഇറ്റ്സ് ലൈക്ക് ഐ കനോട്ട് ഡൈലൂട്ട് മോർ അബൌട്ട് ഇറ്റ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ്, ഇമോഷൻസ്, ലാൽജു സാറിൻ്റെ കുറേ ഗിമിക്സ് എന്ന് പറയാൻ പറ്റില്ല. ഇസ് ഓൾ ദിസ് ക്യൂട്ട്. എനിക്ക് തോന്നിയത് ഈ റീസെൻ്റ്ലി സമ്മൺ ഹൂസ് സോ ഗുഡ് ഇൻ ക്യാപ്ഷൻ ചെറിയ ഇമോഷൻസ് ഉണ്ടാവില്ല. എനിക്ക് അയാളും ഞാൻ തമ്മിൽ ആ സിനിമയിലൊക്കെ ചില സീക്വൻസൊക്കെ ഭയങ്കര നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഈ സിനിമയും ഇറ്റ് ഷുഡ് ഡു ഗുഡ്. യെസ്, എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാം. ആൻഡ് നമ്മളിപ്പം ഫിലിം വിശേഷങ്ങളൊക്കെ സംസാരിച്ചാണ്, നമ്മൾ വിഷു വിശേഷങ്ങളൊക്കെ പോവാം. കഴിഞ്ഞ വിഷു എവിടെയായിരുന്നു? വിഷു മിക്കവാറും ഞാൻ ഈ ലാസ്റ്റ് 5-6 വർഷം ഈ തനിച്ച് തന്നെയാണ്. ബിക്കോസ് ഈ സമയത്ത് ഇങ്ങനെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഞാൻ തന്നെ രാവിലെ എണീറ്റ് ചിലപ്പോൾ മൊബൈലിൽ തന്നെ ലാസ്റ്റ് നൈറ്റ് നമ്മൾ കൃഷ്ണൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ എനിക്ക് അല്ലെങ്കിൽ ആരെങ്കിലും വേണമല്ലോ ഇത് അതുവരെ കൊണ്ടുപോകാൻ. അപ്പോൾ തപ്പി തടഞ്ഞ് വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് സ്ക്രീനൊക്കെ അൺലോക്ക് ചെയ്തിട്ട് കണ്ടു. അങ്ങനെ സംതിങ് ഓഫ് ദാറ്റ് സോർട്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷൂട്ടിങ്സ് ഒരു വിഷു ഞാൻ മറന്നിട്ടുണ്ട്. വിഷു ആണെന്ന് അറിഞ്ഞില്ല. ഇത് ഈ ലാസ്റ്റ് 6 ഇയേഴ്സിൽ നടന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ അമ്മ ഉണ്ടാവും, അമ്മ എല്ലാ കാര്യങ്ങളും നോക്കും. രാവിലെ എണീക്കും. ഒരു സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് ലീവായിരിക്കും. ലീവ് എടുക്കും ഞാൻ, ബിക്കോസ് ഞാൻ ഗുജറാത്തിലാണ് പഠിച്ചത്. അപ്പോൾ അന്ന് അവിടെ വിഷു എന്ന് പറഞ്ഞിട്ട് യു ഡോണ്ട് ഹാവ് എ വെക്കേഷൻ. പക്ഷെ നല്ല ഓർമ്മകളാണ്. സദ്യ കഴിക്കുക, സദ്യയാണ് എനിക്കൊന്ന് എന്ത് പറഞ്ഞാൽ സദ്യയിൽ അവസാനിക്കും. സോ എനിക്കെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഫിലിമി ലൈഫിൽ എത്തുമ്പോൾ നമ്മൾ കുറേ ബിസി ആവുന്നുണ്ട്, കുറേ വിശേഷങ്ങൾ ഇതൊക്കെ മിസ് ചെയ്യുന്നില്ല. അമ്മ ഒന്നും പരിഭവം പറയാറില്ല? പറയാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇഫ് യു ഡോണ്ട് വർക്ക്, ഇപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ യു ഫ്യൂച്ചറിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്തിരി സാക്രിഫൈസ് ഒക്കെ ചെയ്തു. വി ക്യാൻ ഓൾവേസ് മേക്ക് ഇറ്റ് അപ്പ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ആ ഒരു എന്താ പറയുക, നാളെ എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഉണ്ണിച്ചേട്ടൻ ഇപ്പം നമ്മളിപ്പം ഫിലിമിലുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഫിലിമിൽ തന്നെ ആയിരിക്കും എന്നുള്ള മനസ്സിൽ ഉണ്ടായിരുന്നോ? എനിക്ക് ക്രിക്കറ്റർ ആവണമെന്നുണ്ടായിരുന്നു. അത് 14-15 ഏജ് ആയപ്പോൾ നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാ കുട്ടികൾക്കും ക്രിക്കറ്റർ ആവണം എന്നുള്ളൊരു മോഹം. എൻ്റെ പേര് പേപ്പറിൽ വന്നത് ക്രിക്കറ്റ് കളിച്ചിട്ടാണ്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ബട്ട് ഓബ്വിയസ് എനിക്ക് ഓർമ്മ 3 wickets 11 runs. അപ്പോൾ ആ ഒരു ഭയങ്കര പീക്കിലുണ്ടായിരുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ ആർമി അല്ലെങ്കിൽ പോലീസിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ അമ്മയ്ക്ക് ഇറ്റ് വാസ് ഓൾവേസ് ലൈക്ക് യൂണിഫോം ഉള്ളൊരു ജോലി. അപ്പോൾ ബുള്ളറ്റ് കൊണ്ട് എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ലേറ്റർ ഓൺ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1920 ഐ വാസ് ക്വൈറ്റ് ഷുവർ ദാറ്റ് ഞാൻ സിനിമയിലേക്ക് പോകും. ഞാൻ ജോലിയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാനിങ്ങനെ നാടകം ചെയ്യാൻ തുടങ്ങി. ഞാൻ എൻജോയ്ഡ് ആ ഓഡിയൻസിൻ്റെ റെസ്പോൺസൊക്കെ എനിക്ക് ഇഷ്ടം.
പിന്നെ മേ ബി ഇനിയിപ്പോൾ ഇതിലൊന്നും ആയില്ലെങ്കിൽ അഗൈൻ എന്താ പറയുക ഒരു പോലീസോ സംതിങ് ഓഫ് ദാറ്റ് സോർട്ട് പോലീസ് ആയ ഉഗ്രനായ ഭാഗ്യം. ഇപ്പം പ്രസന്റ്ലി ഷൈനിങ് സ്റ്റാർ ആയിട്ട് നിൽക്കുകയാണ്. ആഫ്റ്റർ 10 years ആഫ്റ്റർ 10 years ഐ വുഡ് ലവ് ടു ബി പറഞ്ഞ പോലെ നല്ലൊരു ആക്ടർ അല്ലെങ്കിൽ നല്ല ആക്ടർ. ഐ വോണ്ട് ടു ബി എ ഡയറക്ടർ, ഐ വോണ്ട് ടു ബി എ ഗുഡ് പ്രൊഡ്യൂസർ. പിന്നെ എൻ്റെ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാവും. ഐ ഹാവ് ഓൾ ദ ഡ്രീംസ് ഓഫ് ദ വേൾഡ്. ഈ പറഞ്ഞ പോലെ ഐ നീഡ് ടു ഹാവ് എ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫാമിലി വേണം. ആൻഡ് ഐ വോണ്ട് പീപ്പിൾ, എനിക്ക് താല്പര്യമുള്ള എല്ലാവരും എൻ്റെ ചുറ്റുണ്ടാവണം. പിന്നെ ഐ വോണ്ട് ടു ബി ആസ് ഫിറ്റ് ആസ് പോസിബിൾ. സോറി, ഇങ്ങനത്തെ എല്ലാവർക്കും ഉള്ള ചില ആഗ്രഹങ്ങളുള്ളൂ. പിന്നെ ലോട്ട് മെനി തിങ്സ്. പിന്നെ സിനിമയിൽ കുറേ നല്ല സിനിമകൾ ചെയ്യണം, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിലിംസ് ചെയ്യണം. ആസ് എൻ ആക്ടർ ഐ വോണ്ട് ടു ഗ്രോ. അങ്ങനെയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഈ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചില ഫിസിക്കൽ മാറ്റങ്ങൾ വരുത്തുന്നു. പിന്നെ ഐ എം ട്രൈങ് ടു ഡു ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ചില എത്തിക്സ് ഉണ്ട്, അതിനെ വിട്ട് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാറില്ല. സോ അങ്ങനെയൊക്കെ ആയിട്ട്. ഓക്കെ, ഇപ്പം മലയാളം ഇൻഡസ്ട്രിയിലും ഈവൻ തമിഴ് ഇൻഡസ്ട്രിയിലും നമ്മൾ ഷൈനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏതെങ്കിലും ഫിലിമുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്ങനത്തെ റോൾസ്? എനിക്ക് തോന്നുന്നു എൻ്റെ ഏജിനനുസരിച്ചുള്ള ചില റോൾസ് ഇപ്പോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ബി ഗ്രേറ്റ്. ഐ ഡോണ്ട് നോ 40-ാം വയസ്സിൽ എനിക്ക് 20-ാം വയസ്സിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ആസ് ഓഫ് നൗ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ക്യൂട്ടായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫുൾ കളർഫുൾ മൂവീസ്. എനിക്ക് കളറിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഐ ലൈക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിനെക്കാട്ടും കൂടുതൽ ഇറ്റ്സ് മോർ കളർഫുൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കളറാണ്, ബട്ട് സ്റ്റിൽ അങ്ങനത്തെ പക്ഷെ ഞാൻ ഒരിക്കലും ഇത് തന്നെ ചെയ്യണം, ഇത് ഇങ്ങനത്തെ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്തിരിക്കാറില്ല. വാട്ട് എവർ കംസ് ബൈ വേ, ഈ പറഞ്ഞ പോലെ അത് മാക്സിമം നന്നാക്കാൻ ആണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ്. പിന്നെ ഡ്യൂരിങ് ദി ജേർണി എന്തെങ്കിലും നല്ല സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഞാൻ നെവർ എക്സ്പെക്റ്റഡ് ദാറ്റ് മല്ലു സിംഗ് പോലത്തെ ഒരു സിനിമ എൻ്റെ കരിയറിൽ ഉണ്ടാവും. ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിപ്പോൾ ഫ്ലോപ്പായ എന്തായിരിക്കും. നോബഡി ഹാഡ് ദിസ് തിങ് ബിക്കോസ് ഇത് ഒരു വൈശാഖേട്ടൻ പിന്നെ സേതുവേട്ടൻ അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് ദേ കെയിം ഫോർവേഡ് ആൻഡ് അവരിങ്ങനെ ചിന്തിച്ചു ഈ ഇന്ന ആക്ടറിനെ കൊണ്ട് ഇങ്ങനെയും ചെയ്യിപ്പിക്കാം. അതുവരെ ഞാൻ തത്സമയം പെൺകുട്ടിയിലൊരു റൊമാൻറ്റിക് ഹീറോ, ബോംബെ മാർഷിൽ ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഷാജഹാൻ. സോ അവർക്ക് ആ താടിയും മീശയോ കണ്ടിട്ട് ദേ തോട്ട് ഓക്കെ ഒരു ടർബൻ കൂടി കെട്ടി കഴിഞ്ഞാൽ ഇവൻ സർദാറായിട്ട് തോന്നും. ആൻഡ് ദാൻ ഹി മൈറ്റ് ഡു ആക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടർ സീരിയസ് ആയിട്ടുള്ള ഒരു റോൾ ചെയ്യാൻ പറ്റുമെന്ന് വെൻ സം ഡയറക്ടേഴ്സ് തിങ്ക്. അപ്പോൾ ഒരു ആക്ടറിന് വെറൈറ്റി ചെയ്യാൻ പറ്റും. അതേപോലെ ഇൻ ദ ഫ്യൂച്ചർ ഈ പറഞ്ഞപ്പോൾ വിനിലിന് തോന്നി ഈ സിനിമയിലെ നറേഷൻ്റെ സമയത്ത്, ലാസ്റ്റ് സപ്പറിൻ്റെ നറേഷൻ്റെ സമയത്ത് ഈ വാസ് ആസ്കിങ് മീ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വെറുതെ ചോദിച്ചതാണ് ബിക്കോസ് എൻ്റെ എല്ലാ ക്യാരക്ടേഴ്സ് 28-30 ആണ് സിനിമയിൽ വരിക. ഞാൻ പറയും ഇവന് എത്ര ഏജ് ഉണ്ടാവും ആൽബിക്ക്? ഉണ്ണി നിൻ്റെ ഏജ് തന്നെ ഒരു 24-25 ആയോ? അയ്യോ ശരി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ശരി ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെടും. ആൻഡ് ഗ്രാജുവലി ലെറ്റ് സീ ഇപ്പോൾ ലാൽ ജോസ് സാറിൻ്റെ പടത്തിലും ഉണ്ണി നിൻ്റെ ഏജ് തന്നെ. മേ ബി കുറച്ച് തടി പോയതുകൊണ്ട് ഐ ഹാവ് സ്റ്റാർട്ടഡ് ടു ലുക്ക് എ ബിറ്റ് യങ്. അതൊക്കെ ഉണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ പറഞ്ഞ എൻ്റെ ഏജ് പ്ലേ ചെയ്യണം അല്ലെങ്കിൽ സംതിങ്. ഇപ്പോൾ ഒറീസ സിനിമയിൽ ഐ പ്ലേഡ് 65-year-old. പടം കൊമേഴ്ഷ്യലി ഡിൻ ഡു വെൽ, ബട്ട് അഗൈൻ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ഒരു ഫിലിമും ഹിറ്റ് ആവണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. പക്ഷേ ഈ പറഞ്ഞ പോലെ അഗൈൻ ഒരു പ്രൊഫൈൽ കാണിക്കുമ്പോൾ അഗൈൻ ഈ ഒറീസ കഴിഞ്ഞിട്ടാണ് ലാൽ ജോസ് സാറിൻ്റെ ഒരു സിനിമ കിട്ടിയത്. സോ സംവെയർ ഡൗൺ ദി ലൈൻ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ ചെയ്തപ്പോൾ അതിൻ്റെ എവിടേക്കോ പ്ലസ് കിട്ടിയിട്ടുണ്ട്. ഐ വുഡ് ഹാവ് ലവ്ഡ് ഇപ്പോൾ ഇഫ് ഒറീസ ഓർ അങ്ങനത്തെ ചില പടങ്ങൾ വുഡ് ഹാവ് വർക്ക്ഡ്. പക്ഷേ നോ റിഗ്രറ്റ്സ്, ഈ സിനിമകൾ ചെയ്യേണ്ടി ഞാൻ ഹോപ്പ് ഇറ്റ് വിൽ ഡു വെൽ. അതർ ലാംഗ്വേജ് ഞാൻ തമിഴ് ഡിസ്കസ്. ഞാൻ സാമ്രാജ്യം എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് സർട്ടൻ പ്രോബ്ലംസ് വിത്ത് ദി പ്രൊഡ്യൂസേഴ്സിന് തമ്മിൽ ചില ഇഷ്യൂ ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് റിലീസിങ്. പക്ഷേ അതിൻ്റെ തമിഴ് വേർഷൻ ആസ് വെൽ ആസ് ദി മലയാളം വേർഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ റിലീസ്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇന്ന ലാംഗ്വേജ് ചെയ്യണം, ഇന്നത് ചെയ്തിട്ട് ഇത് അത് ആ ഒരു അങ്ങനത്തെ ഒരു പ്ലാനിങ് ഒന്നുമില്ല. വാട്ട് എവർ കംസ് മൈ വേ അത് എനിക്ക് ജസ്റ്റിഫൈഡ് തോന്നുവാണെങ്കിൽ ഞാൻ അത് ചെയ്യും. ഞാനൊരു ക്യാരക്ടർ തരാണ്, ഏത് ക്യാരക്ടർ ചെയ്യാനാണ് ആഗ്രഹം? ഇപ്പോൾ പറയണം. ഏത് ക്യാരക്ടർ തരും? യു ഡു ഹാവ്. ഞാൻ പറയാണ് ഏത് ക്യാരക്ടർ ചെയ്യാനാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റ് ഉണ്ട്, ഏത് ക്യാരക്ടർ വേണം? ആസ് ഓഫ് നൗ ഈ പറഞ്ഞ പോലെ എൻ്റെ ഏജ് പ്ലേ ചെയ്യുന്ന കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ളൊരു എനിക്ക് ഇങ്ങനെ ഒരു ഡ്രീം റോൾ അല്ലെങ്കിൽ ഡ്രീം അങ്ങനെയൊന്നുമില്ല. ഇല്ല, നത്തിങ്. എനിക്ക് അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചില്ല നാളെ ഇങ്ങനെ ചെയ്യാം. എനിക്ക് എല്ലാം ചെയ്യണമെന്നുണ്ട്, എല്ലാം ലൈക്ക്
എല്ലാ ക്യാരക്ടറും ഈക്വലി ചെയ്യണം. ഈക്വലി ഒരു പിച്ചക്കാരനായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അതേപോലെ ഐ വോണ്ട് ടു ബി എ വെരി പോഷ് ഗായ്. അതേപോലെ നടക്ക് നിൽക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫെലോ. അതേപോലെ ബിക്കോസ് സിനിമ ഞാൻ ചൂസ് ചെയ്തത് തന്നെ എൻ്റെ വൺ ഓഫ് ദ മേജർ റീസൺസ് ഈ മോണോട്ടോണസ് ലൈഫ് സ്റ്റൈൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ 3.5 വർഷം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ഇറ്റ് വാസ് എ വെരി ഗുഡ് സംഭവം. ഞാൻ ഐ വാസ് ഏർണിംഗ് റിയലി വെൽ. പക്ഷേ അവിടുന്ന് എനിക്ക് റിസൈൻ ചെയ്യാൻ തോന്നി. ജസ്റ്റ് ബിക്കോസ് ഡെയിലി സെയിം ജോലി ചെയ്യാൻ എനിക്കെന്തോ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. ചിലപ്പോൾ ആ ചെറുപ്പത്തിൻ്റെ ആയിരിക്കും. ഇപ്പോൾ ചില സമയത്ത് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ തോന്നാറുണ്ട് ആ മാസം ജോലിക്ക് പോയിട്ടാണ് ശമ്പളം കിട്ടിയത്. ഓഫ്കോഴ്സ് എൻ്റെ ലൈഫിൽ എല്ലാ സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ആഫ്റ്റർ ബോംബെ മാർച്ച് എനിക്ക് കുറേ അവാർഡ്സ് ഒക്കെ കിട്ടി. ബട്ട് 4 months ഞാൻ വീട്ടിലിരുന്നു. ബിക്കോസ് നല്ല ആക്ടർ പക്ഷേ സിനിമ കിട്ടുന്നില്ല. സോ ഇറ്റ് വാസ് നമുക്ക് കുറച്ച് റിസ്കി ആയിട്ട് തോന്നി. ഇനിയിപ്പോൾ ഇവിടെ വന്നത് ശരിയായി ഈശ്വര. സി ആൻഡ് ദെൻ അഗെയിൻ നമ്മൾ ചില കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന ബ്രേക്കും ഒരു എവറി വീക്ക് ഒരാഴ്ചയിൽ ഒരു തവണ ചിന്തിച്ചു. പിന്നെ നമ്മൾ ഇനി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നും ഈ ഫീൽഡിൻ്റെ ഒരു അൺസർട്ടനിറ്റി. ബിക്കോസ് എവറി ടൈം യു ഹാവ് ടു പ്രൂവ്. ഓരോ സിനിമയിൽ യു ഹാവ് ടു കീപ് പ്രൂവിങ്. സോ അത് ചില സമയത്ത് കുറച്ച് എന്താ പറയുക ഒരു സ്ട്രെസ് കൂട്ടും. ബട്ട് അഗെയിൻ ഈ പറഞ്ഞ പോലെ ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാം മറന്ന് യു ജസ്റ്റ് ഫോർഗോട്ട് ആൻഡ് യു ഡു ദ വർക്ക്. ഓക്കെ. സോ നമ്മളിങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ഉണ്ണിമുകുന്ദൻ ഉണ്ണിച്ചേട്ടൻ വിളിച്ചോളല്ലേ? ഓക്കെ, ഉണ്ണിച്ചേട്ടൻ ചോദിച്ചായിരുന്നു. എന്തായാലും വിശേഷങ്ങളൊക്കെ ഭയങ്കര സ്വീറ്റ് ആയിട്ട് എന്തായിരുന്നു. എന്തായാലും ഇപ്പം നമ്മൾ ലാസ്റ്റ് സപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ May 2 റിലീസ് ആവാണ്. നമ്മുടെ അഡ്വഞ്ചറസ് മൂവിയാണെന്ന് പറഞ്ഞു. എല്ലാവരും മിസ് ചെയ്യരുത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ആൻഡ് നമുക്ക് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞോളൂ എന്താണ് പറയാനുള്ളത്. ഇതിന് എല്ലാവരും ലാസ്റ്റ് സപ്പർ തിയേറ്ററിൽ പോയി കാണണം. ഈ പറഞ്ഞ പോലെ ഒരു ജെന്വിൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. പ്രോത്സാഹിപ്പിക്കണം. ഈ ഇഷ്ടം എപ്പോഴും കൂടെ ഉണ്ടാവണം. ആൻഡ് ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. ഇനിയും വരാൻ പോകുന്ന സിനിമകളിൽ നന്നായിട്ട് അഭിനയിക്കാൻ ശ്രമിക്കാം. താങ്ക്സ് എ ലോട്ട്. ഹാപ്പി വിഷ്. എന്തായാലും ഞങ്ങളോടൊപ്പം ഇത്ര നേരം സ്പെൻഡ് ചെയ്യാൻ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ലാസ്റ്റ് സപ്പർ സക്സസ് ആവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഡ്രീം റോളൊക്കെ കിട്ടട്ടെ. താങ്ക് യു.